കാക്കപ്പൂവെന്ന് കേട്ടാൽ കണ്ണൂരുകാരുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് മാടായിപ്പാറയാണ്. പതിറ്റാണ്ടുകളായി മനം മടുപ്പിക്കാത്ത കാഴ്ചയാണ് മാടായിപ്പാറയിലെ നീലവസന്തം എന്നതിൽ മറ്റൊരഭിപ്രായമുണ്ടാകില്ല. എന്നാൽ പരിയാരം അവങ്ങുംപൊയിലുകാർ പറയുന്നത് തങ്ങളുടെ നാട്ടിലെ നീലവസന്തവും ആരുടെയും മനം കുളിർപ്പിക്കുമെന്നാണ്. ഇവിടെ നോക്കത്താ ദൂരത്തോളം വിരിഞ്ഞു നിൽക്കുന്ന നീല സൗന്ദര്യം കാണാനായി നിരവധി പേരാണ് ദിവസേന എത്തുന്നത്. നീലപ്പട്ടു വിരിച്ച് 100 ഏക്കറോളം പൂത്തു നിൽക്കുന്ന കാക്കപ്പൂക്കൾക്ക് ഒരു പ്രത്യേക വശ്യ സൗന്ദര്യമുണ്ട്. അവങ്ങുംപൊയിലിൽ വഴി കടന്നുപോകുന്നവർക്ക് ഈ സൗന്ദര്യം ആസ്വദിക്കാതെ കടന്നുപോകാനാകില്ല. കാക്കപ്പൂക്കൾ എല്ലാ വർഷവും നീലവസന്തമൊരുക്കുന്ന മാടായിപ്പാറയിലെത്തി ആ സൗന്ദര്യം ആസ്വദിക്കാത്തവർ ആരും തന്നെ കാണില്ല. സമാനമായ ദൃശ്യഭംഗി തന്നെയാണ് പരിയാരം അവങ്ങുംപൊയിലിലും പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. അവങ്ങുംപൊയിലെ കാക്കപ്പൂ വസന്തത്തെക്കുറിച്ച് സായാഹ്നങ്ങൾ ചെലവഴിക്കാനായി ഇവിടെ നിരവധി ആളുകളാണ് എത്തിച്ചേരാറുള്ളത്. കാക്കപ്പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നവർക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കി ഇതൊരു മികച്ച ടൂറിസം കേന്ദ്രമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇത് പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ 2ാം വാർഡിൽ ഉൾപ്പെടുന്ന ഒരു ഭൂപ്രദേശമാണ്. മഴക്കാലമായാൽ നമ്മുടെ ഈ പാറ മുഴുവനും ഈ കാക്കപ്പൂ ഇതും കൊണ്ട് വളരെ ഈ ഭൂമി കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇത് നോക്കുവാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ദൂരപ്രദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. കൂടാതെ ഇവിടുന്ന് ഒരു 100-150 മീറ്റർ കഴിഞ്ഞാൽ അവിടെ ഒരു തടാകമുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ദൂരങ്ങളിൽ ഒരുപാട് ആൾക്കാർ വന്ന് ആ തടാകവും സന്ദർശിച്ച് ഇവിടെയും വന്നിരുന്ന് ഭയങ്കര ഒരു വൈകുന്നേരങ്ങളിൽ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടാകുന്നത്. കൂടാതെ ഇതിന് നേരെ പുറകിൽ ഒരു 5 വീടുണ്ട്. ആ വീട് ഒരു ഉപയോഗശൂന്യമായ വീടുകളാണ് 5. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ അതിൻ്റെ നേതൃത്വത്തിൽ അത് പൊളിച്ചു മാറ്റി അവിടെ എന്തെങ്കിലും ഒരു കഫ്തീരിയോ എന്തെങ്കിലും പഞ്ചായത്തിൻ്റെ കീഴിൽ വെക്കുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ വരുന്ന ആളുകളുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഈ ഒരു പാഴായി കിടക്കുന്ന ഇങ്ങനത്തിലൊരു സ്ഥലം നല്ലൊരു രീതിയിലൊരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.